ജീവിതത്തിൽ വിജയിച്ചിട്ടുള്ള വ്യക്തികളെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കെല്ലാവർക്കും എനിക്കിപ്പോൾ സാറിൻ്റെ കാര്യത്തിൽ നിന്ന് മനസ്സിലായതാണെന്നുണ്ടെങ്കിലും നമ്മൾ മറ്റൊരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്യുന്ന സമയത്താണെങ്കിലും ഞാൻ തന്നെ പേഴ്സണലി പലരുടെ ലൈഫ് എടുത്ത് പഠിക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഇത്തരത്തിൽ സക്സസ്ഫുൾ ആവുന്ന ആളുകൾക്കൊക്കെ കോമൺ ആയിട്ട് ജീവിതം അവരുടെ മുന്നിലേക്ക് എന്താണോ കൊണ്ടുവരുന്നത് അത് നേരിടാനുള്ള ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ്, അതിനോട് പൊരുതാനുള്ള ഒരു വാരിയർ മൈൻഡ് സെറ്റ് എന്നുള്ളത് അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ സാധാരണക്കാരായിട്ടുള്ള നോർമൽ ഭൂരിഭാഗം ശതമാനം ആളുകളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർ ആ ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള പ്രാക്ടീസ് എന്നുള്ളത് ചെയ്യാതെ ജീവിതം അവരുടെ മുന്നിൽ ഒരു സാഹചര്യം കൊണ്ടുവന്ന് തരുന്ന സമയത്ത്, പെട്ടെന്ന് പരീക്ഷ വരുന്ന സമയത്ത് അവർ പെട്ടെന്ന് തളർന്നു പോവുകയാണ് ചെയ്യുന്നത്. സോ ഡേ ബൈ ഡേ നമ്മൾ ഇന്ന് മുതൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് ഒരാൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവരിൽ ഒരു 60 ഡേയ്സ് നമ്മൾ ഒരു ടൈം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിൽ ഒരു ചലഞ്ചിങ് മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്തെടുക്കാനായിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാം? ചലഞ്ചിങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മുന്നോട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആക്സെപ്റ്റൻസ് ഉണ്ടായിരിക്കണം. കാരണം നമ്മളെപ്പോഴും ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത്. ഞാനിത് ചെയ്താൽ ദ ഫിയർ ഓഫ് ഫെയിലിയർ, ദ ഫിയർ ഓഫ് റിജക്ഷൻ, ദ ഫിയർ ഓഫ് ബീയിങ് ഇവാലുവേറ്റഡ്. മറ്റുള്ളവരെന്നെ എങ്ങനെ കാണുന്നു, മറ്റുള്ളവരെങ്ങനെ വിലയിരുത്തുന്നു, ഞാനൊരു മണ്ടനായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കാണപ്പെടുമോ, ഞാൻ ഒരു പരാജയമായി മാറുമോ, ഇതെല്ലാം ആലോചിക്കുമ്പോഴാണ് ചെയ്യണോ വേണ്ടിയോ എന്നുള്ളൊരു സംശയം വരുന്നത്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നമുക്കറിയാവുന്ന ഒരു 8-10 പേര് എന്ത് ചിന്തിക്കും എന്ന കാര്യം നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള 800 കോടി മനുഷ്യരിലേക്ക് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. കാരണം ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇന്നിപ്പോൾ മരിച്ചു പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുമുള്ള കുറച്ച് പേര് മാത്രമായിരിക്കും ഒരാഴ്ചയോ അല്ലെങ്കിൽ 2 ആഴ്ചയോ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതിനപ്പുറം ആരും, ഈ ലോകം അതിൻ്റെ ക്രമം വീണ്ടെടുക്കും, എല്ലാ കാര്യങ്ങളും പഴയപടിയാവും. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ പല കാര്യങ്ങളും ചെയ്യാൻ മാറ്റി വെക്കുന്നത്, പറയാൻ മടിക്കുന്നത്, ഭയക്കുന്നത്, അവരുടെ ജീവിതത്തിൽ ഒന്നും നമ്മളില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവരുമായിട്ടൊരു ബന്ധമുള്ള കാര്യമല്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാവണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും ഈ ചലഞ്ചസിൻ്റെ കാര്യം പറയുമ്പോൾ, കറേജ് ഈസ് നോട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ, ഇറ്റ് ഈസ് ഫീലിംഗ് ദ ഫിയർ ആൻഡ് ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഒരു ഭയമില്ലാത്തൊരവസ്ഥ വന്നിട്ട് ഞാനിത് ചെയ്യാം, എല്ലാം പെർഫെക്റ്റ് ആയിട്ട് ഞാനിത് ചെയ്യാം, എൻ്റെ ചുറ്റുമുള്ള ഒരുപാട് പൈസ കിട്ടിയിട്ട് ഞാൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഞാൻ എല്ലാം പഠിച്ച് എൻ്റെ കോഴ്സ് എല്ലാം കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി സ്റ്റേബിളായിട്ട് ഞാൻ ചെയ്യാൻ ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം, അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ നെവർ ഡു തിങ്സ്. അപ്പോൾ ധൈര്യം എന്ന് പറയുന്നത് പേടിയുടെ അഭാവമല്ല, പേടിയോട് കൂടി തന്നെ എന്നാൽ ആ പേടിയെ അതിജീവിക്കുന്നതാണ് ധൈര്യം. അപ്പോൾ ആ ഒരു റിയലൈസേഷനാണ് എല്ലാവർക്കും വേണ്ടത്. എല്ലാവരും വിചാരിക്കുന്നത് ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെല്ലാം ഫിയർലെസ് ആണ്, അവർക്ക് കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസസും ഓപ്പർച്യൂണിറ്റീസും എല്ലാം ഫ്ലോലെസ് ആണ്, അതുകൊണ്ടാണ് അവർക്ക് സാധിച്ചതെന്നാണ്. പക്ഷേ ദേ ആർ ഓൾസോ ഹ്യൂമൻസ്, ദേ ആർ ഓൾസോ മോർട്ടൽസ്. പക്ഷേ നമ്മൾ സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഐസ്ബർഗ് പോലെയാണ്. ഉസൈൻ ബോൾട്ട് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഉസൈൻ ബോൾട്ട് ലോകത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച അത്ലറ്റുകളിൽ ഒരാളാണ്. അദ്ദേഹത്തിന് 8 ഒളിമ്പിക് മെഡലുകളുണ്ട്. പക്ഷേ ഒളിമ്പിക്സിൽ അദ്ദേഹം 2 മിനിറ്റിൽ താഴെ മാത്രമാണ് ട്രാക്കിൽ ഓടിയിട്ടുള്ളത്. നമ്മൾ കാണുന്നത് ആ 2 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ സക്സസ് എന്ന് പറയുന്നത് ഈ ഒരു ഐസ്ബർഗ് പോലെയാണ്. നമ്മൾ കാണുന്നത് ഉസൈൻ ബോൾട്ട് മിന്നൽ വേഗത്തിൽ ഓടുന്നതും ഹർഷാരവങ്ങൾക്ക് നടുവിൽ, ക്യാമറകൾക്ക് നടുവിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു സിമ്പൽ കാണിക്കുന്നതും, കോടിക്കണക്കിന് ഡോളറുകൾ അദ്ദേഹം നേടിയെടുക്കുന്നതും മെഡലുകൾ സ്വീകരിക്കുന്നതും ഒക്കെയാണ്. പക്ഷെ നമ്മൾ കാണാതെ പോകുന്നത് ആ ഐസ്ബർഗിൻ്റെ ആ ഒരു 99%, ആ മഞ്ഞുമലയുടെ
99%. കഴിഞ്ഞ 20 വർഷങ്ങളായി അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ വിയർപ്പും അദ്ദേഹത്തിൻ്റെ കണ്ണീരും രക്തവും എല്ലാം ചേർന്ന ആ ഒരു ചരിത്രം നമ്മൾ കാണുന്നില്ല. അപ്പോൾ എല്ലാ സക്സസ്ഫുള്ളായിട്ട് ആളുകളുടെയും ജീവിതത്തിൽ നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നത് അവർ വിജയിച്ച് നിൽക്കുന്ന ആ ഒരു പോയിന്റ് മാത്രമാണ്. പക്ഷേ നമ്മൾ കാണേണ്ടത് അവർ അതിലേക്ക് സഞ്ചരിച്ച വഴികൾ അത് ഒരിക്കലും നമ്മൾ കാണാൻ ശ്രമിക്കാറില്ല. അപ്പോൾ ഈ ചലഞ്ചിങ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് ഇതെല്ലാം ചേർന്നതാണ് വിജയം എന്നുള്ളതാണ്. സാർ, ഈ ചലഞ്ചിങ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന സമയത്ത് തന്നെ ഇത് നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം എല്ലാവർക്കും ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യവും ആയിരിക്കണമെന്നില്ല. നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുക എന്നുള്ളതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനൊക്കെ ഒരു സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഞാൻ ഒരു സമയത്ത് ദിവസവും രാവിലെ 6 മണിക്കായിരുന്നു എഴുന്നേറ്റിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തന്നെ ഒരു ചലഞ്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, അക്ഷയ് നീ നാളെ മുതൽ 5:50 എഴുന്നേൽക്കണം എന്നുള്ളത്. അത് എനിക്ക് വലിയൊരു ചലഞ്ചായിരുന്നില്ല, പക്ഷെ എന്നാലും അത് എനിക്കൊരു ചലഞ്ച് ആയിരുന്നു എന്നുള്ളതായിരുന്നു. അടുത്ത ദിവസം കൊടുത്തു, ഞാൻ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടായിരുന്നില്ല, നീ ഇന്നത്തെ ദിവസം 2 ലിറ്റർ വെള്ളം എന്തായാലും കുടിച്ചിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ചലഞ്ച് കൊടുത്തു. ഇതും ഒരു ചെറിയൊരു ചലഞ്ചാണ്. മുൻപൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് സ്ട്രേഞ്ചേഴ്സിൻ്റെ അടുത്തൊക്കെ പോയി സംസാരിക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അടുത്ത ദിവസം ഞാൻ ഒരു സ്ട്രേഞ്ചറിനെയെങ്കിലും പോയി പരിചയപ്പെടുക എന്നുള്ളത് ഒരു ചലഞ്ചായിട്ട് കൊടുത്തു. ഇത്തരത്തിൽ ഞാൻ തന്നെ, ഇത് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ, ഞാൻ തന്നെ എന്നെ ഡെയിലി ഒരു പ്രോപ്പറായിട്ട് ഒരു 60 ദിവസം ഇത്തരത്തിൽ സെറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. ആ ഒരു 60 ദിവസവും ഞാൻ എനിക്ക് തന്നെ ഓരോ ചലഞ്ചുകൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അത് ചെയ്ത് പോകുന്ന സമയത്ത് ആ ഒരു ആഫ്റ്റർ 60 ഡേയ്സിന് ശേഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്ന കോൺഫിഡൻസ്, സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം, അതുപോലെ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളത്. ഒരു ചലഞ്ച് ഇങ്ങനെയായിരുന്നു, ആർക്കെങ്കിലും ഒരു 10 രൂപ കൊടുക്കുക, ആർക്കെങ്കിലും ഫുഡ് മേടിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അതിലൂടെ സംതിങ് എൻ്റെ സെൽഫ് ലവ്, സെൽഫ് എസ്റ്റീം എന്നുള്ളത് വർദ്ധിച്ചു, ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി എന്നുള്ളതും വർദ്ധിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാനായിട്ട് പറ്റി. സോ ഇത്തരത്തിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മൂവ് ചെയ്യുന്നതിലൂടെയും നമുക്ക് ആ ഒരു ലെവൽ അറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും. കാരണം ഈ പറഞ്ഞ കാര്യങ്ങളെ കുറച്ചും കൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, കോമ്പറ്റീഷൻ ഈസ് ഓൾവേസ് അബ്സല്യൂട്ട്. യുവർ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ ഈസ് യുവർ സെൽഫ്. യുവർ ഗ്രേറ്റസ്റ്റ് കോമ്പറ്റീറ്റർ ഈസ് യുവർ പ്രീവിയസ് പെർഫോമൻസ്. അപ്പോൾ നമ്മളെപ്പോഴും കോമ്പീറ്റ് ചെയ്യേണ്ടത് നമ്മുടെ പ്രീവിയസ് സെൽഫുമായിട്ടാണ്. അതിനകത്ത് ഏറ്റവും നമുക്ക് മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം, ദ ലോ ഓഫ് സ്ലൈറ്റ് വിന്നിങ് എഡ്ജ് എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഉണ്ട്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്ന ഒരു ഏൻഷ്യൻ സ്റ്റോറിയാണ്. ഒരു രാജ്യത്ത് ഒരു രാജാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ രാജാവിന് ഈ യുദ്ധതന്ത്രങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കാൻ താല്പര്യമാണ്. അപ്പം അങ്ങനെ ഇരുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു മന്ത്രി അദ്ദേഹത്തിന് ചെസ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ ചെസ്സിലൂടെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റി, കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. അപ്പം അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായി. അപ്പം മന്ത്രിയോട് പറഞ്ഞു, നിങ്ങൾക്ക് എന്ത് ചോദിച്ചാലും ഞാൻ തരും. അപ്പോൾ മന്ത്രി സ്വർണമോ അല്ലെങ്കിൽ സ്ഥലമോ ഒക്കെ ചോദിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ മന്ത്രി വളരെ വിചിത്രമായ ഒരു കാര്യമാണ് ചോദിച്ചത്. മന്ത്രി പറഞ്ഞു, ചെസ് ബോർഡ് ഉണ്ടല്ലോ, ചെസ് ബോർഡിൽ ആദ്യത്തെ കളത്തിൽ ഒരു അരിമണി വെക്കുക, രണ്ടാമത്തെ കളത്തിൽ 2, മൂന്നാമത്തേതിൽ 4, 8, അങ്ങനെ 64ാമത്തെ കളത്തിൽ എത്ര അരിമണികൾ വരുന്നോ അതെനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു. അത്രയും അരിമണികൾ തന്നാൽ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ രാജാവിന് വളരെയധികം ചിരി വന്നു. ഇയാൾ ഇത്രയും വലിയ മണ്ടനാണോ? ഇതുപോലൊരു അവസരം കിട്ടിയിട്ട് അയാൾ അത് പാഴാക്കി കളഞ്ഞില്ല. അയാൾക്ക് എന്തൊക്കെ ചോദിക്കാമായിരുന്നു, എൻ്റെ കയ്യിലുള്ള സമ്പത്തുകളിൽ എന്തൊക്കെ ചോദിക്കാമായിരുന്നു, എന്നിട്ടും ഇതുപോലൊരു മണ്ടൻ ചോദ്യമാണല്ലോ അദ്ദേഹം ചോദിച്ചത്. എന്തായാലും ആയിക്കോട്ടെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചോദിച്ചതുപോലെ കൊടുത്തേക്കാന്ന് പറഞ്ഞ് വലിയൊരു ചെസ് ബോർഡ് എടുത്ത് രാജാവ് ഈ പരിപാടി തുടങ്ങി. പക്ഷേ 32ാമത്തെ കളത്തിലെത്തിയപ്പോൾ തന്നെ 1000 ടൺ അരി ഉണ്ടെങ്കിൽ മാത്രമേ അത് നിറയ്ക്കാൻ പറ്റുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ 64ാമത്തെ കള്ളിയിലുള്ള ഈ പറഞ്ഞതുപോലെ അരിമണികൾ വേണമെങ്കിൽ ഈ ലോകത്തിൻ്റെ ഭാരത്തിൻ്റെ 6 ഇരട്ടി അരിമണികൾ ഉണ്ടെങ്കിൽ മാത്രമേ ആ പറഞ്ഞ കളത്തിൽ നമുക്ക് നിറയ്ക്കാൻ പറ്റുകയുള്ളൂ.
So that is known as the law of geometric progression, the power of small things.